മലയാളം PYQ സെറ്റിൽ ആദ്യം ചോദിച്ചത് ഒരു വിപരീത പദമാണ്. നാഗരികം വിപരീത പദം ഗ്രാമീണം. നാഗരികം വിപരീത പദം ഗ്രാമീണം. പിരിച്ചെഴുതുക യഥോചിതം. യഥോചിതം പിരിച്ചെഴുതിയാൽ യഥാ അധികം ഉചിതം. യഥോചിതം പിരിച്ചെഴുതിയാൽ യഥാ അധികം ഉചിതം. യഥോചിതം. ഒറ്റപ്പദമാണ് ചോദിച്ചത്. പായ് കെട്ടാനുള്ള മരം പാമരം. പായ് കെട്ടാനുള്ള മരം ഒറ്റപ്പദം പാമരം. എതിർലിംഗം ചകോരം ചകോരി. ചകോരം എതിർലിംഗം ചകോരി. അടുത്തത് ചോദിച്ചത് ഇംഗ്ലീഷിലെ ചൊല്ലിനോട് സാമ്യമുള്ളതാണ്. ദ ഡേ ഹാസ് ഐസ് ആൻഡ് നൈറ്റ് ഇയേഴ്സ്. അതിനോട് സാമ്യമുള്ളത് മലയാളത്തിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം. കോട്ടയിൽ ഉപദേശം അങ്ങാടിയിൽ പാട്ട്. കോവിലകത്തെ മന്ത്രം അങ്ങാടിയിൽ പാട്ട്. ദ ഡേ ഹാസ് ഐസ് ആൻഡ് നൈറ്റ് ഇയേഴ്സ് അതിനോട് സാമ്യമായി വരുന്നതാണ് അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം. കോട്ടയിൽ ഉപദേശം അങ്ങാടിയിൽ പാട്ട്. കോവിലകത്തെ മന്ത്രം അങ്ങാടിയിൽ പാട്ട്. ഇനി പര്യായപദങ്ങളാണ് ചോദിച്ചത്. കണ്ണാടി പര്യായപദങ്ങൾ ദർപ്പണം ആദർശം. കണ്ണാടിയുടെ പര്യായപദങ്ങളാണ് ദർപ്പണം ആദർശം. നാനാർത്ഥം മതി. മതി എന്ന പദത്തിൻ്റെ നാനാർത്ഥമാണ് ബുദ്ധി തൃപ്തി ചന്ദ്രൻ. മതി എന്ന പദത്തിൻ്റെ നാനാർത്ഥമാണ് ബുദ്ധി തൃപ്തി ചന്ദ്രൻ. ഈ നാനാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന് തന്നെ ഒന്നിലധികം അർത്ഥങ്ങളുണ്ടാകും. ഇനി ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചത്. നെല്ലിപ്പടി കാണുക അങ്ങേയറ്റം വരെ എത്തുക. നെല്ലിപ്പടി കാണുക എന്ന ശൈലിയുടെ അർത്ഥം അങ്ങേയറ്റം വരെ എത്തുക. ശരിയായ പദങ്ങളാണ് ചോദിച്ചത്. അഗാധം അടിമത്തം അസ്തമനം. ശരിയായ രീതിയിൽ എഴുതുന്നത് നോക്കി വെക്കുക. അഗാധം അടിമത്തം അസ്തമനം. ഇനി അടുത്ത മലയാളം PYQ സെറ്റ് നോക്കാം. അതിനു മുന്നേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.